ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് മലേഷ്യയിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. യാതൊരു ഐഡിയ ഇല്ലാത്തടത്ത് നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു എന്നുള്ള ധൈര്യത്തിൽ ഞങ്ങളിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മുടെ നാടൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കുകയാണ്. ദോശയും പൂരിയൊക്കെയാണ് കേട്ടോ നമ്മളിന്ന്. അവിടുത്തെ ഒരു താലി ഇതാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ മെട്രോ സ്റ്റേഷൻ വന്നിട്ട് മസ്ജിദ് ജമൈക്കാണ്. അവിടെ നിന്ന് ഞങ്ങൾ KL സെൻട്രലിലാണ് കേട്ടോ ചെന്നിറങ്ങിയത്. അതിൽ KTMലാണ് നമ്മൾ ബാത്തു കേവ്സിലേക്ക് പോകേണ്ടത്. നമ്മൾ വന്ന് ഇറങ്ങിയത് റെഡ് ലൈനാണ്. നമുക്കിനി ബ്ലൂ ലൈനിലേക്ക് പോകണം. കാർഡ് എടുത്ത് വെച്ചിരുന്നാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഈ ബ്ലൂ ലൈനിൽ ലാസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ ബാത്തു കേവ്സ് എന്ന് പറയണത്. പ്ലാറ്റ്ഫോം 5 അല്ലേ? ഓക്കെ, ഇത് തുറക്ക. ഇപ്പൊ ബാലൻസ് എത്ര രൂപ? നമ്മൾ 20 രൂപയ്ക്ക് ചാർജ് ചെയ്ത് ഇന്നലെ ഇന്നും കുറേ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാത്തു കേവ്സ് നോർമൽ, എന്താ പറയുക, നമ്മുടെ നാട്ടിലെ സാധാരണ ട്രെയിൻ എങ്ങനെയാണോ അതാണ് ഇത് സംഭവം. പക്ഷെ ഇത് തന്നെ എന്ത് ക്ലീൻ ആൻഡ് നീറ്റ് ആണെന്ന് നോക്കിക്കോ. അധികം വെയിലും ചൂടൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥയായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. പോകാനായിട്ടും വരാനായിട്ടൊക്കെ അധികം തിരക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കിച്ചോട്ടൻ ഉടനെ ഒരു മുണ്ടൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. മേ ബി മുട്ടിന് മുകളിലുള്ള ഡ്രസ്സാണെങ്കിൽ അവിടെ അലോ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ചിലരൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്. ഭയങ്കര ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോഴാണ് അവരൊരു സ്കാർഫ് പോലത്തെ ഐറ്റംസൊക്കെ കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും അധികം പേർക്ക് മുട്ട് വരെ ഉള്ളവരൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ ഞങ്ങൾ ഈ ഒരു സ്റ്റെപ്പുകൾ കയറി, ഈ ഒരു കളർഫുൾ സ്റ്റെപ്പുകൾ കയറുകയാണ് കേട്ടോ ഏറ്റവും ടഫായിട്ടുള്ളത്. കാരണം കയറാതിരുന്നിട്ട് പെട്ടെന്ന് ഇത്രയും സ്റ്റെപ്പ് ഒരുമിച്ച് കയറുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, അടിപൊളിയാണ്. പിന്നെ അതിനുള്ളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഒരു ട്രഡീഷണൽ തമിഴ് അമ്പലത്തിൽ ചെന്നൊരു ഫീലാണ്. കുറേ കുട്ടി കുട്ടി ഷോപ്പുകളും നമ്മുടെ ട്രഡീഷണൽ ഐറ്റംസൊക്കെ നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. കുഞ്ഞമ്പലം കണ്ടോ, ആ ഒരു പാറയുടെ ആ ഒരു ഇതിനുള്ളിലായിട്ടൊക്കെയാണ് ഇത് കാണുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു ഡിവൈൻ ഫീലായിരുന്നു അതിൻ്റെ അകത്ത് ചെല്ലുമ്പം. മാത്രമല്ല നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. അവിടെ കുറച്ചധികം നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഈ കുരങ്ങന്മാരെ സൂക്ഷിക്കുക കേട്ടോ. നമ്മളെ കയ്യിലുള്ള ഐറ്റംസൊക്കെ എന്തായാലും നമ്മൾ ഭദ്രമായിട്ട് വെച്ചോളൂ. കാരണം ഫോണും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ തട്ടിപ്പ്. ഇവിടെ കുറച്ച് പേടിക്കാനുള്ളത് കുരങ്ങന്മാരെയാണ് കേട്ടോ. അവരങ്ങനെ ശല്യമൊന്നും ചെയ്യത്തില്ല, എന്നാലും ഒന്ന് സൂക്ഷിക്കാം. പിന്നെ ഞങ്ങൾ അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡ്രിങ്ക്സ് കണ്ടോ 3 കളറിൽ വരുന്നുണ്ട്. ഇതെന്താണെന്ന് അറിയാൻ ഒരാഗ്രഹം കാരണം ഞാൻ അതിലൊരു റെഡ് കളർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ്സിൻ്റെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കിച്ചോട്ടൻ ഒരു റൈസും പിന്നെ അതിൻ്റെ എന്തോ ഒരു കറി കോംബോയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കുടിച്ചിട്ട് മധുരമിട്ട എന്തോ ഒരു വെള്ളം പോലെ എനിക്ക് ഫീൽ ചെയ്തു, ഒരു ചെറിയ എന്തോ ഒരു ഫ്ലേവർ. പിന്നെ ഞാൻ നൂഡിൽസാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇത് വെജിറ്റേറിയൻ ആണോ, ഇതിൽ പനീറും കുറേ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ. പക്ഷേ ടേസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കുറച്ച് നല്ല സ്പൈസി ആയിരുന്നു. അവർ സ്പൈസി വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഇത്രയും സ്പൈസി ആയിരിക്കും എന്ന് വിചാരിച്ചില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ട്രെയിനിൽ നമ്മൾ KL സെൻട്രലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ റീചാർജ് ചെയ്യാനാണ് കേട്ടോ ഇവിടെ കയറിയിട്ടുള്ളത്. റീചാർജ് ചെയ്യുമ്പോഴാണ് നമുക്ക് പിന്നെ അടുത്ത മേ ബി ബാലൻസ് കുറവാണെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്തായിട്ട് തന്നെ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്കൊരു ചപ്പലും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഞാൻ വെറുതെ ഒന്ന് കയറി. റേറ്റ് കുറവാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും കുറവൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ വന്നു. ഇനി ഈവനിങ് ആണ് ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വിചാരിക്കുന്നത്. KL ടവർ ട്വിൻ ടവറിലേക്കാണ് കേട്ടോ ഞങ്ങളിപ്പം നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു മെട്രോ കയറിയാൽ മതി, നമുക്ക് ട്വിൻ ടവർ കാണാൻ പറ്റും. ഇത് ഞങ്ങൾ ഈവനിങ് ആണ് പോകുന്നത്, കാരണം ആ ഒരു നൈറ്റ് വ്യൂവും കൂടെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം 6 മണി സമയം കഴിഞ്ഞു. അപ്പോൾ നൈറ്റായി. ഓൾറെഡി മോർണിംഗ് വ്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് നൈറ്റ് തന്നെ വരാമെന്ന് വിചാരിച്ചത്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കാണാനായിട്ട് ഭയങ്കര അടിപൊളിയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനാണ് ഇത്രയും തിരക്ക്. കാരണം അത്രയ്ക്ക് ആൾക്കാരാണ്. പല കോർണറിൽ നിന്നിട്ട് അവിടെ കുറേ ആൾക്കാർ ഐഫോണൊക്കെ വെച്ചിട്ട് കുറേ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത്. കാരണം നമ്മുടെ ഫോണിൽ നമ്മൾ ലൈറ്റൊന്നും ഇല്ലാതെ ഫ്ലാഷ് അടിച്ചെടുത്താലും അത്രയും നന്നായിട്ടുണ്ടാവില്ല. അവർ ആ ഒരു ലൈറ്റിലെടുത്ത് തരുമ്പോൾ ഫോട്ടോസ് നല്ല ക്ലാരിറ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മളെ കുറേ പേര് പുറകെ നടന്ന് വിളിക്കും. പല റേറ്റും പറയും. 20 റിങ്കറ്റോ അങ്ങനെ എന്തോ ആണ് സംതിങ് അവർക്ക് വരുന്നത്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ്
എടുത്തതാണ് കേട്ടോ ഈ ഫോട്ടോസ്. പിന്നെ എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ ക്വിൽ സിറ്റി മോളിൽ പോകാമെന്ന് വിചാരിച്ചു. അതും വീണ്ടും മെട്രോ കയറിയിട്ട് മെട്രോ സ്റ്റേഷൻ ഞാനിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാവേ, ഞാൻ മറന്നുപോയി. എന്നിട്ട് അവിടുത്തെ 2CO എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ കയറി. എന്തായാലും നിങ്ങൾ മലേഷ്യ പോവുകയാണെങ്കിൽ 2CO പോകണം കേട്ടോ. വെറും 2 റിങ്കറ്റിന് എന്ത് ഐറ്റം, വലുതല്ല ചെറുതല്ല, ഏതെടുത്താലും വെറും 2 റിങ്കറ്റാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ അതെന്തായാലും മിസ്സാക്കണ്ട. ഡേ 3യിൽ വീണ്ടും നമ്മുടെ നോർമൽ ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ജെൻഡിങ് ഹൈലാൻഡിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തിത്തിവങ്സ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലാണ് നമ്മൾ പോകേണ്ടത് ജെൻഡിങ് ഹൈലാൻഡ് പോകാനായിട്ട്. അപ്പോൾ തിത്തിവങ്സയിൽ നമ്മൾ വന്നിറങ്ങിയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ജസ്റ്റ് മിസ്സായിരുന്നു, കാരണം എല്ലാ ബസ്സും ഫില്ലായി. വെറും 2 സീറ്റ് മാത്രമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ 9 മണിക്ക് മുൻപെങ്കിലും വരാൻ നോക്കുക. ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ബസ്സുള്ളത് 12 മണിക്കാണെന്ന് പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു അയ്യോ പോകാൻ പറ്റത്തില്ലേ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ വന്നിട്ട് ഞങ്ങൾ നമ്മുടെ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് ഞങ്ങൾ ഇൻ്റർനാഷണൽ ഒരു കാർഡ് കരുതിയിട്ടുണ്ടായിരുന്നു. ആ കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് അവിടെ ടിക്കറ്റ് എടുക്കാം കേട്ടോ. മറ്റത് അവിടെ പോയി ടിക്കറ്റ് എടുക്കുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് ടൈം എടുക്കും. അതിനേക്കാൾ നമുക്ക് സ്വന്തമായിട്ട് എടുത്താൽ ഈസി ആയിട്ട് ആ ക്യൂവിൽ കയറി നിന്ന് പോകാൻ പറ്റും. അത്രയും ആൾക്കാരും കേബിൾ കാറിലേക്ക് പോകാനായിട്ടാണ്. ഇതാണ് നമ്മുടെ കേബിൾ കാർ. എനിക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതെങ്ങനെ കയറും, പേടിയും ഉണ്ടായിരുന്നു കേട്ടോ. കയറി കഴിഞ്ഞപ്പോൾ ആ ഒരു ടെൻഷൻ കുറച്ചുകൂടി കൂടി. ഈ താഴേക്ക് എനിക്ക് ഉയരം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. ആദ്യം ഞങ്ങൾ 2 പേരും ഒന്ന് പേടിച്ചു ആ ഒരു ഉയരം കണ്ടിട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ 2 പേരും എന്തൊക്കെയോ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാൻ തുടങ്ങി. കാരണം ഉച്ച സമയമായി, 12 മണി 1 മണി സമയമായിട്ടാണ് ഈ കോടമഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യൂ എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും കിട്ടില്ല, കാരണം അത്രയും നല്ല ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഉച്ച 2 മണി സമയത്ത് ഇത്രയും മഞ്ഞൊക്കെ കാണാൻ പറ്റുന്ന എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ജെൻഡിങ് ഹൈലാൻഡ് എന്ന് പറയുന്നൊരു ഹോട്ടലാണ് ഫസ്റ്റ് വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഹോട്ടലിന് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇപ്പോഴും മഞ്ഞ് പോയിട്ടില്ല, 1:30 മണി സമയമാണ് ഇപ്പോൾ കാണുന്നത്. മഞ്ഞും അതേപോലെ തന്നെ കാറ്റും തണുപ്പും. ഞാനൊരു ജാക്കറ്റ് പോലും എടുത്തില്ല, എനിക്കറിയത്തില്ല, എനിക്ക് ആ ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ ഇത്രയും തണുപ്പായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും അങ്ങനെ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടല്ല പോയത്. എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ വീണ്ടും ആ ഒരു ഹോട്ടലിനുള്ളിൽ തന്നെ ഒരു മോള് പോലെയാണ് ഈ ഒരു ഹോട്ടൽ വന്നിട്ട്. അതൊന്ന് ജസ്റ്റ് കുറേയൊക്കെ ചുറ്റി കണ്ടു, എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഈ ക്ലച്ചസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാത്തിൻ്റെ റേറ്റ് കുറച്ച് കത്തിയാണ് കേട്ടോ. എല്ലാം 150 റിങ്കറ്റൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത്രയ്ക്കൊന്നും മേടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല എന്ന് വെച്ചാൽ ഞാനൊന്നും മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് KFCയിലേക്ക് പോയിട്ട് അവിടെ നമ്മൾ ഓൺലൈനായിട്ടല്ല, നമ്മൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ബുക്ക് ചെയ്യുകയാണ് വേണ്ടത്. ബുക്ക് ചെയ്യുക, നമ്മുടെ കൂപ്പൺ കൊടുക്കുക, നമുക്ക് ഡയറക്റ്റായിട്ട് ഫുഡ് അവർ വിളിച്ചിട്ട് തരും. ഇവിടുത്തെ KFCയിലെ ഫുഡ് എനിക്ക് നമ്മുടെ നാട്ടിലെ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വിശന്നുകൊണ്ട് കഴിച്ചു എന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ഗെയിംസൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലത്ത്, സത്യം പറഞ്ഞാൽ ജെൻഡിങ് ഹൈലാൻഡ് നിങ്ങൾ 1 ഡേ ഫുൾ രാവിലെ വന്ന് രാത്രി പോകുന്ന രീതിയിൽ അത്രയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഗെയിംസ് ഒന്നും കളിക്കുന്ന ആൾക്കാരല്ലാത്തത് കൊണ്ട് ഞങ്ങളതൊന്നും ഭയങ്കരമായിട്ടൊന്നും പരീക്ഷിച്ചൊന്നും നോക്കില്ല. പക്ഷേ അങ്ങനെ കളിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ രാവിലെ പോയിട്ട് ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതിന് നമ്മളെന്താണെന്ന് വെച്ചാൽ ഒരു 100 റിങ്കറ്റോ 200 റിങ്കറ്റോ കൊടുത്തിട്ട് ഒരു കാർഡ് എടുക്കാം. കാർഡ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഗെയിം പ്ലേ ചെയ്യാൻ പറ്റും. അവിടെ അങ്ങനെ ആരും ശ്രദ്ധിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളിക്കാം. പിന്നെ വേറെ ഒരുപാട് ഗെയിംസുകളുണ്ട്, കുട്ടികൾക്കുള്ള ഗെയിംസ് ഉണ്ട്. അങ്ങനെ എല്ലാം കണ്ട് നടക്കാൻ ഒരുപാടുണ്ട് കേട്ടോ, കുറേ ഉണ്ട്. ജെൻഡിങ് ഹൈലാൻഡ് ഹോട്ടലിനുള്ളിലെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞങ്ങൾ മെയിൻ ജെൻഡിങ് ഹൈലാൻഡ് ആ ഒരു പ്ലേ ഏരിയയിലേക്ക് ഞങ്ങളങ്ങോട്ട് പോയിട്ടില്ല. ഈ ഒരു ഹോട്ടലിനുള്ളിലാണ് ഞങ്ങൾ ഈ ഇത്രയും ഐറ്റംസ് കണ്ടത് തന്നെ. അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കാരണം നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ ഒന്ന് കളിച്ച് നോക്കാൻ, അങ്ങനെ കളിക്കണം എന്ന് ഉള്ള ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാം ഇങ്ങനെ കണ്ട് നടക്കാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരുപാട് ഗെയിംസൊക്കെ കണ്ടു. അപ്പോൾ ഇതാണ് ജെൻഡിങ് ഹൈലാൻഡിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ഗെയിംസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് അപ്പോൾ ചിൻസ്യൂ ടെമ്പിളിലാണ് ഇനി നെക്സ്റ്റ് പോകുന്നത്. അവിടേക്ക് പോകാനായിട്ട് ഞങ്ങളൊരു ക്യാബ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് പോയത്. ജസ്റ്റ് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടെ നിന്ന് പോകാനായിട്ട്. ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ കാണാൻ. എന്തായാലും അവിടെ ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ടെമ്പിൾ മിസ്സാക്കരുത്. ഞങ്ങളൊരു എന്താ പറയുക, ഒരു പാക്കേജൊന്നും എടുത്ത് പോകാത്തതുകൊണ്ട് ഇതൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. എന്നാലും ഞങ്ങളൊന്ന് സെറ്റ് ചെയ്തിട്ടാണ് പോയത്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, കാരണം ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞങ്ങളൊരു കുടയോ ഒരു ജാക്കറ്റോ ഒന്നും എടുത്തില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മഞ്ഞ് മഴയായിട്ട് മാറിയതാണ് കേട്ടോ. അതിൻ്റെ ഒരു തണുപ്പും പക്ഷേ നല്ല രസമായിരുന്നു. ആ ക്ലൈമറ്റ് നല്ല രസമായിരുന്നു ഇങ്ങനെ കണ്ട് പോകാനായിട്ട്. ഇതിങ്ങനെ കുറേ പ്രതിമകളൊക്കെ ഉള്ളൊരു സ്ഥലം
സ്ഥലമാണ്, ഇങ്ങനെ ചുറ്റി ചുറ്റി കറങ്ങി കാണാനായിട്ട് ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഏരിയയിൽ കൂടെയും എന്താ പറയുക കേബിൾ കാർ പോകുന്നുണ്ട്. ഇവിടെയും കേബിൾ കാർ ഇറക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കേബിൾ കാറിൽ കയറി തിരിച്ച് താഴേക്ക് പോവാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും ബസ്സിൽ തന്നെ നമ്മുടെ മെയിൻ എന്താ പറയുക KL സെൻട്രലിലാണ് വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ബസ് ഏകദേശം 4 മണി സമയത്താണ് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു എക്സ്പീരിയൻസ്, ഒരിക്കൽ പോലും വിചാരിച്ചില്ല കേട്ടോ. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഭയങ്കര സന്തോഷം എനിക്കുണ്ട്. KL സെൻട്രലിൽ നിന്ന് ഞങ്ങൾ ബുക്കിത് ബിങ്താങ്ങിലേക്ക് പോയി. ഇവിടെയാണ് നമ്മുടെ ഫുഡ് സ്ട്രീറ്റ് വരുന്നത്. ഫുഡ് സ്ട്രീറ്റുകൾ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് കാണാനായിട്ട് പോവുകയാണ്. ഒരുപാട് ഫ്രൂട്ട്സും പിന്നെ എന്താ അറിയാമല്ലോ, നോൺ വെജ് കഴിക്കാൻ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ജലാൻ അലോർ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം എല്ലായിടത്തും ഈ ഒരു ജ്യൂസ് എല്ലാവരുടെ കയ്യിലും കണ്ടു, അപ്പോൾ ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണമല്ലോ. അങ്ങനെ 12 റിംഗറ്റ് കൊടുത്ത് ഞങ്ങളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ എന്താ പറയുക 10 റിംഗറ്റിനൊക്കെ കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക നമുക്ക് ഇഷ്ടമുള്ള ഒരു നോൺ വെജ് ഐറ്റം അവിടെ കണ്ടോ, ഫ്രഷ് ആയിട്ട് ഞങ്ങൾക്ക് പിടിച്ച് അവർ കറിയൊക്കെ വെച്ച് തരും എന്നാണ് തോന്നുന്നത്. ഞങ്ങളതൊക്കെ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ, ഒന്നും ട്രൈ ചെയ്യാനുള്ളത് കാരണം അവിടുത്തെ ആ ഒരു സ്മെല്ലൊക്കെ ഇപ്പം അങ്ങനെ ഒന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ ആ ഒരു സ്മെല്ലൊന്നും പിടിക്കത്തില്ല. ഈ ഒരു ചക്കയുടെ സ്മെല്ല് ഒട്ടും എൻ്റെ അമ്മേ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവിടെ പിന്നെ കുറേ എന്താ പറയുക ഇത് കണ്ടോ നീരാളി, അങ്ങനെ കുറേ ഐറ്റംസ്, കുറേ നോൺ വെജ് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് പോയിട്ട് ഞങ്ങൾ പോയി ഹോട്ടലിൽ പോയി ഫുഡ് മേടിച്ച് റൂമിലേക്ക് വന്നു. അങ്ങനെ റൂമിലിരുന്ന് നമ്മുടെ ആ ഒരു വിൻഡോ വ്യൂ ഉണ്ടോ, നമ്മുടെ KL ടവറും കാണാം, ട്വിൻ ടവറും കാണാം, അടിപൊളി വ്യൂ ആണ്. അതും കണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഡേ 3 വന്നിട്ട് ലാസ്റ്റ് ഡേ ഇൻ മലേഷ്യ. അപ്പോൾ നമ്മൾ ഇന്ന് 12 മണിക്ക് ചെക്കൗട്ട് ചെയ്യും. സോ നമ്മൾ 9 മണിക്കൊന്ന് മോൾ വരെ പോകാമെന്ന് വിചാരിച്ചു, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ട്, ജസ്റ്റ് ഫോർ സം പർച്ചേസിങ്. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ച് വന്ന് ചെക്കൗട്ട് ചെയ്ത് പിന്നെ ഒന്ന് പുത്രജയ പോകണമെന്നുണ്ട്, നടക്കുന്നുണ്ട്, നോക്കാം. അങ്ങനെ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വീണ്ടും അതിനടുത്ത് ആ സ്ട്രീറ്റിൽ തന്നെ വേറൊരു ഫുഡ് സ്പോട്ടിൽ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് ട്രൈ ചെയ്തു. എല്ലാം വെറൈറ്റി നമ്മുടെ നാട്ടിലെ ഫുഡ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ക്യുൽസിറ്റി മോളിലേക്കാണ് കേട്ടോ പോകുന്നത്. 2CO പോയിട്ട് കുറച്ചുകൂടെ ഷോപ്പിംഗ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പുകളിലേക്ക് കയറണം, നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കണമല്ലോ. അങ്ങനെ വന്നിട്ടുണ്ട് ക്യുൽസിറ്റി മോളിൽ. ഇവിടുത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അവിടെ ചൈനീസ് ന്യൂ ഇയർ എന്ന് പറയുന്ന സംഭവം നടക്കുന്ന ടൈമായിരുന്നു, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് നല്ല ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു, കാണാൻ അടിപൊളിയായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ വീണ്ടും നമ്മുടെ 2C പോയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞങ്ങളുടെ വെയിറ്റ് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇനി 10 കിലോയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് 6 കിലോ ആയിരുന്നല്ലോ, 7 കിലോ ആയിരുന്നു. തിരിച്ച് ഞങ്ങൾ സ്കൂട്ട് എന്ന് പറയുന്ന എയർലൈൻ എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് 10 കിലോ കൊണ്ടുപോകും. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ നോക്കി കുട്ടികൾക്ക് കുറച്ച് സ്വീറ്റ്സും അവരുടെ സ്റ്റേഷനറി ഐറ്റംസും കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ ഐറ്റംസൊക്കെ ഞാൻ നോക്കി വെച്ചു, എനിക്ക് പക്ഷേ എല്ലാം എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള നമുക്ക് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു പണി കിട്ടും. പിന്നെ ഈ ബോട്ടിൽസൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അല്ല 1, 2, 3 എണ്ണമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി. അതാകുമ്പോൾ അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത സാധനങ്ങളല്ലേ. 6 മണിക്കാണ് നമ്മുടെ എന്തോന്ന് ഫ്ലൈറ്റ് വന്നിട്ട്. അപ്പോൾ നമ്മൾ 12 മണിക്ക് ചെക്കൗട്ട്, 12 മണി കഴിഞ്ഞ് നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ മലേഷ്യ, ബൈ. എൻ്റെ ലഗേജ് എല്ലാം റെഡിയാക്കി ഇറങ്ങാം. അങ്ങനെ ലൈഫിൽ ഒരുപിടി നല്ല മെമ്മറീസായിട്ട് ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് പോകാം കേട്ടോ. ഒരു 100 റിംഗറ്റ് ഞങ്ങൾക്ക് ഇവിടെ ഡെപ്പോസിറ്റായിട്ട് കൊടുക്കണം, അപ്പോൾ അതവർ തിരിച്ചു തരും. പിന്നെ ഈ ഹോട്ടലിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പറ്റുവാണെങ്കിൽ ഇടാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ബസ്സിലേക്ക് കയറുകയാണ്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഞങ്ങളൊരു പാക്കേജ് എടുക്കാതെ മലേഷ്യ വന്ന് ഇത്രയും കണ്ട് എക്സ്പ്ലോർ ചെയ്ത്. ഇപ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക നല്ല പരിചയമായി അവിടുത്തെ സ്ഥലങ്ങളും മെട്രോയും ഒക്കെ. നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് പോകുമ്പം കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി പഠിക്കും, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയും. ആ ഒരു ഫസ്റ്റ് ഹെൽപ്പ് ചെയ്ത ആ ഒരു ചേട്ടൻ ഭയങ്കര എന്താ പറയുക, എനിക്ക് ആ ചേട്ടനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. കാരണം ആ ചേട്ടൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നുകൊണ്ട് നമുക്ക് കുറേ ഈസിയായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കും എന്തെങ്കിലും ഹെൽപ്ഫുൾ ആവും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ബൈ.